നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് എന്താണ്? നമ്മൾ സ്റ്റഡി പ്ലാൻ അല്ലെ, അല്ലെങ്കിൽ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ ഒരു വിന്നർ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു 60+ സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ശരി, സത്യം പറഞ്ഞാൽ ഈ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ, വിന്നർ സ്ട്രാറ്റജി, 60+ സ്കോർ ചെയ്യാൻ എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ സീരീസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈമാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത്. അതിനെ ഏറ്റവും എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്തിട്ട് എക്സാം പാസ് ആവണം. ഒരു ഗ്രൂപ്പ് പാസ്സാകാൻ നമുക്ക് 200 മാർക്ക് വേണം. ആ 200 മാർക്ക് വാങ്ങാൻ നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു പരിപാടി കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരി, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് GSTയുടെ, അതായത് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പേപ്പർ നമ്പർ 7 രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ഡയറക്ട് ടാക്സും ഒന്ന് ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സ് ഞാൻ ഓൾറെഡി ചെയ്തു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും ഒക്കെ കൊടുത്തിരിക്കാം. ഡയറക്ട് ടാക്സ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനെയും കൊടുത്തിരിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ, അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് വീഡിയോസ്, എല്ലാ സബ്ജക്റ്റിന്റെയും വീഡിയോസ് ഒന്ന് കണ്ടോ മക്കളെ. അത് ടൈം വേസ്റ്റ് ആവോ, പ്രൊമോഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സാധനം യൂസ്ഫുൾ ആയിരിക്കും, ഡെഫിനറ്റ്ലി. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം ഈ കുറഞ്ഞ ടൈം കൊണ്ട് എങ്ങനെയാണ് GST ടാക്കിൾ ചെയ്യേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ GSTയെ തീർക്കാനായിട്ട് വെറും ഒരു 35 മുതൽ 40 മണിക്കൂർ മതി. വെറും 35 മുതൽ 40 മണിക്കൂർ മതി. GST എല്ലാം പഠിച്ച് അതിലെ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്ത് ഫുൾ GST പഠിച്ച് തീർത്ത് നമുക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ ഈ പറഞ്ഞ 35 മുതൽ 40 മണിക്കൂർ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം ഇനി തീർക്കാൻ ഏകദേശം ഒരു 30-40 ദിവസത്തിലധികം ഉണ്ട്. അതിൽ വെറും 35-40 മണിക്കൂർ, അല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞ ഒരു 3-4 ദിവസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് GST തന്നെ ഫുൾ പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ സിലബസിൽ എങ്ങനെയായിരിക്കും ചോദിക്കുക എന്നുള്ളത് നോക്കാം. GSTയിൽ ഇപ്രാവശ്യം ഒരുപാട് വലിയ അമെന്റ്മെന്റ്സ് ഒന്നുമില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ. അത് വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, ശരി, നമുക്ക് GSTയിലെ പെർസെന്റേജ് നോക്കാം. ഇവർ വെയിറ്റേജ് കൊടുത്തിരിക്കുന്ന മൊത്തം നമുക്ക് GST 50 മാർക്ക്, അതായത് ഇൻഡയറക്ട് ടാക്സ് 50 മാർക്ക്, ഇൻകം ടാക്സും 50 മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ പല പിള്ളേരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഡയറക്ട് ടാക്സ് മാത്രം, ഡയറക്ട് ടാക്സിനെ ഒഴിവാക്കി നിർത്തിയിട്ട് ഇൻഡയറക്ട് ടാക്സ് മാത്രം പഠിക്കാം, എങ്ങനെയെങ്കിലും ഒരു 40 മാർക്ക് വാങ്ങാന്ന് വിചാരിക്കും. ഉറപ്പായിട്ടും നടക്കൂല മക്കളെ. നിങ്ങൾ ഡയറക്ട് ടാക്സും പഠിക്കണം, അതുപോലെ ഇൻഡയറക്ട് ടാക്സും പഠിക്കണം. അല്ലാതെ ഇൻഡയറക്ട് ടാക്സ്, GSTയും കസ്റ്റംസും എളുപ്പമാണ്, അത് മാത്രം പഠിക്കാം. ഡയറക്ട് ടാക്സ് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫെയിൽ ആവും. അത് 100% ഉറപ്പാണ്. അത് ഒരിക്കലും വർക്ക്ഔട്ട് ആവാത്ത ഒരു സ്ട്രാറ്റജിയാണ് ഈ പറഞ്ഞ ഒരു സബ്ജക്ട് പഠിച്ചിട്ട് മറ്റേത് പഠിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഡയറക്ട് ടാക്സിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കും. ശരി, നമുക്ക് 50 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു കാര്യം പറയാം, ഇതിൽ ഈ പറഞ്ഞ പരിപാടി നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. അതെന്താ? ഇതില് ഈ കസ്റ്റംസ് മൊത്തം 10 മാർക്കിനെ ചോദിക്കും. 10 മാർക്സ് ആണ് അതിന്റെ വെയിറ്റേജ്. നമുക്കൊരു 7 മാർക്ക് മുതൽ ഒരു 10 മാർക്ക് വരെ, എക്സാമുകൾക്ക് ഓരോ എക്സാമിനും ഒരു 7 മാർക്ക് മുതൽ 10 മാർക്ക് വരെ കസ്റ്റംസിൽ നിന്ന് ചോദിക്കാറുണ്ട്. മിക്കവാറും 9 മാർക്കിനാണ് ചോദിക്കുന്നത്. ഒരു MCQവും ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റനും ആയിരിക്കും കസ്റ്റംസിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത്. ശരി, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ബാക്കിയുള്ള ഫുൾ മാർക്സും, ബാക്കിയുള്ള ഒരു 40 അല്ലെങ്കിൽ ഒരു 42 മാർക്ക്, 42 അല്ല, ഏകദേശം 50 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് GSTയിൽ നിന്ന് മാത്രം ചോദിക്കും. നമ്മുടെ എക്സാം 100 മാർക്കിനാണെങ്കിലും നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്കൊന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഒരെണ്ണം അറ്റൻഡ് ചെയ്യേണ്ട, ബാക്കിയുള്ളത് അറ്റൻഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അവസാനം വരുന്ന 3 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ഒരെണ്ണം അറ്റൻഡ് ചെയ്യേണ്ട, ബാക്കി 2 അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് 120-26 മാർക്കിന് എന്തോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് GSTയിൽ നിന്ന് ഒരു 50+ മാർക്സിൽ നിന്നും കസ്റ്റംസിൽ നിന്ന് ഒരു 9 മാർക്കിനും കൂടി ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ വെയിറ്റേജ്. അല്ലാണ്ട് ഇതല്ല നമ്മുടെ വെയിറ്റേജ്. ശരി. ഇനി നമുക്ക് ഈ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് വരാം. ഇതിൽ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പൊ ഞാൻ പറയാണ്, അതല്ല നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഇത്രയും ചേരുന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ. അതായത് ഈ ഇത്രയും ഐറ്റംസിനെ നമുക്ക് വിളിക്കാം ബേസിക്സ്. ഈ ബേസിക്സിൽ നിന്ന് മൊത്തം നിങ്ങൾക്കൊരു 10+ മാർക്സിന് എല്ലാ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ പ്രാവശ്യവും ചോദിക്കും. സർ, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ 10 മാർക്ക് അല്ലെങ്കിൽ 14 മാർക്ക് എന്നൊക്കെ പറയുന്നത്? ഞാൻ പ്രൂവ് ചെയ്ത് തരട്ടെ. നമ്മുടെ 2022 സിലബസ് വന്നിട്ട് ഇപ്പൊ എത്ര നാളായെന്നറിയാമോ? 3 അറ്റംപ്റ്റുകളെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ അറ്റംപ്റ്റുകൾക്ക് ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി, നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ട ആ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നമ്പർ 4ഉം മൊഡ്യൂൾ നമ്പർ 5 1ഉം, ഇത് രണ്ടുമാണ് ബേസിക്സ്. ഇതിൽ നിന്ന് ഈ പറഞ്ഞ 3 ടേമുകളിലേക്ക് എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എത്ര മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നോക്കി. നമ്മുടെ ആദ്യമത്തെ 22 അറ്റംപ്റ്റ് ഡിസംബർ 23 ആയിരുന്നു.
ഡിസംബർ 23 ഒരു MCQ ചോദിച്ചു, പിന്നെ ഒരു 7 മാർക്സിന്റെ തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ ഒരു 7 മാർക്സിന്റെ തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചു. മൊത്തം എത്ര മാർക്കിന് ചോദിച്ചു? 14, 15, 16 മാർക്കിനാണ് ഈ പറഞ്ഞ ബേസിക്സും ചോദിച്ചത്. ശരി, അതിനടുത്ത വർഷം 2 മാർക്കിന്റെ ഒരു MCQ, 2 മാർക്കിന്റെ ഒരു MCQ, പിന്നെ 2 തിയറി ക്വസ്റ്റ്യൻസ്. 7 14 മാർക്ക്. 7 14 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ 14, 15, 16, 17, 18 മാർക്സിന് ചോദിച്ചു. ഇനി ലാസ്റ്റ് അറ്റംപ്റ്റിലോ ഡിസംബർ 23 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 മാർക്സിന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ 2 മാർക്സിന് ഒരു MCQ ചോദിച്ചു. 14, 16 മാർക്സിനാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഉറപ്പ് പറയാം മക്കളെ, ഈ 2 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റും സെക്കൻഡ് മൊഡ്യൂളിന്റെ ബേസിക് കോൺസെപ്റ്റ് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ബേസിക് കോൺസെപ്റ്റ് ആവുന്നത്. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടും? മിനിമം ഒരു 15 മാർക്ക് കിട്ടും. മിനിമം ഒരു 15 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ശരി, ഈ 15 മാർക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എത്ര നേരം തലകുത്തിയിരുന്ന് പഠിക്കണമെന്നറിയോ? വെറും 2 ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഈ ടേബിളിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ടേബിളിൽ ആദ്യമേ നമ്പർ ഓഫ് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ സെമി ഇന്റർമീഡിയറ്റിന്റെ GSTയുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ്. GSTയുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസ്. നമ്മൾ മൊത്തം GSTക്ക് വേണ്ടി എത്ര ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? മൊത്തം GST കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 20 ലെക്ചേഴ്സും ഒരു 20 ക്ലാസ്സും, അതുപോലെ കസ്റ്റംസിന് ഒരു 4 ക്ലാസ്, 1 മണിക്കൂറുള്ള 4 ക്ലാസ്സും. ശരി, GSTയുടെ ക്ലാസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ മുതൽ ഒരു 1 മണിക്കൂർ 30 മിനിറ്റ് മുതൽ ഒരു 2 മണിക്കൂർ വരെ, 2 മണിക്കൂറൊന്നും ഇല്ല, ഒരു 1.5 മണിക്കൂർ മുതൽ ഒരു 1.25 മണിക്കൂർ വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള വെറും 2 ക്ലാസ് പഠിച്ചാൽ മതി മക്കളെ. നിങ്ങൾക്ക് ഈ പറയുന്ന 7 മാർക്കിന്റെ 2 തിയറി ക്വസ്റ്റ്യൻസും 7 14 മാർക്കും ഈ MCQs നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെ പോണത്. ഇതിൽ ഓരോ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള വ്യത്യാസം പല പ്രാവശ്യങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നമ്പേഴ്സും ഇല്ലേ, ഇതിന്റെ MCQs മിക്ക പ്രാവശ്യങ്ങളിലും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ അതിൽ നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും കൂടി കാണിച്ചു തരാം. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, ഇനിയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുന്നത്. ഈ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ 2 അങ്ങ് ഡിവൈഡ് ചെയ്യും. ഒന്ന് ലെവി ആൻഡ് കളക്ഷനും, 2 എക്സംഷനും. എക്സംഷൻ ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആണ്. എക്സംഷൻ, ആ എക്സംഷൻ പഠിക്കാനായിട്ട് നമുക്ക് 2 ലെക്ചർ മതി. 2 ലെക്ചർ മതി. എക്സംഷൻ ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഈ പറഞ്ഞ 5 ലെക്ചർ ഉണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3, പിന്നെ നമ്മുടെ ലെവി, ഫോർവേഡ് ചാർജ്, റിവേഴ്സ് ചാർജ്, ഇങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞ ലെവി ആൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കാനുള്ളത്. ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള അറ്റംപ്റ്റുകളിൽ കണ്ടോ ചോദ്യങ്ങളുണ്ട്. ലാസ്റ്റ് അറ്റംപ്റ്റിന് 1, 2, 3, 4 MCQs ചോദിച്ചു, ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് മുന്നേ ഉള്ള അറ്റംപ്റ്റിന് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് മുന്നേ പെർട്ടിക്കുലർലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും നമ്മൾ ഈ GSTയും ഇൻകം ടാക്സും പോലുള്ള സബ്ജക്റ്റിന് ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. പിടിച്ചു. ഇപ്പൊ വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ലെവി ആൻഡ് കളക്ഷൻ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റും കൂടെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും വാല്യൂ സപ്ലൈയുടെ ചോദ്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും കൂടി ചേർത്തിട്ടുള്ള മാർക്കുകളായിരിക്കും. അപ്പൊ നമുക്ക് സ്പെസിഫിക്കലി ഒരു ചാപ്റ്ററിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇവിടെ ഗ്യാപ്പ് ഒന്നും കടങ്ങാതെ കിടക്കുന്നത്. അതിനർത്ഥം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടില്ല എന്നല്ല, മറ്റു ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. ഓക്കെ, ശരി. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴേക്ക് വന്ന് നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റ്, ബേസിക് GSTയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഐറ്റംസ് ഇതിലുണ്ട്. ടൈം ഓഫ് സപ്ലൈ, വാല്യൂ സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ, വാല്യൂ സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ. കണ്ടോ? ടൈം ഓഫ് സപ്ലൈ പഠിക്കാൻ 1 ക്ലാസ്, വാല്യൂ സപ്ലൈ പഠിക്കാൻ 1 ക്ലാസ്, ഇനി പ്ലേസ് ഓഫ് സപ്ലൈ പഠിക്കാൻ 1 ക്ലാസ്, വാല്യൂ സപ്ലൈ പഠിക്കാൻ 2 ക്ലാസ്. ഈ വാല്യൂ സപ്ലൈ എന്ന് പല പ്രാവശ്യങ്ങളിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഒരു 7 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യവും ചോദിക്കും, ഡെഫിനറ്റ്ലി ചോദിക്കും. ഇനി എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് എക്സാം ടഫ് ആക്കണമെങ്കിൽ ചോദിക്കുന്ന ചോദ്യം ITC എന്നായിരിക്കും. എല്ലാ പ്രാവശ്യവും ചോദ്യം ടഫ് ആക്കണമെങ്കിൽ ചോദിക്കുന്ന ചോദ്യം ITC എന്നായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കരുത്, ഒരു അറ്റംപ്റ്റിന് ചോദിച്ചു, അടുത്ത അറ്റംപ്റ്റിൽ ചോദിച്ചില്ല, അതിനടുത്ത അറ്റംപ്റ്റിൽ ചോദിച്ചു, അതുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ ചോദിക്കൂല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് മക്കളെ. ഈ ITC എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ എല്ലാ പ്രാവശ്യവും പറയാണ്, ഒരു 7 മാർക്സ് അല്ലെങ്കിൽ 7 to 10 മാർക്സ് എല്ലാ പ്രാവശ്യവും ITC എന്ന് ചോദിക്കും. ഒരു അറ്റംപ്റ്റിന് ചോദിച്ചില്ല എന്ന് കരുതി നിങ്ങൾ അടുത്ത അറ്റംപ്റ്റിന് ചോദിക്കും, നെക്സ്റ്റ് ചോദിക്കില്ല എന്ന് പറഞ്ഞൊരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കരുത്. ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ അല്ലേ? ഇനി ഈ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങളുടെ അടുത്ത ചാപ്റ്റർ കമ്പ്യൂട്ടേഷൻ ഓഫ് GST. അപ്പൊ അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു സിംഗിൾ ചാപ്റ്റർ എന്നുള്ള രീതിയിൽ മാർക്സ് ഒന്നും ഇല്ല. കാരണം മുകളിൽ പറഞ്ഞ കോൺസെപ്റ്റിന്റെ പ്രോബ്ലം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നാണ് ഈ ചാപ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. ശരി, അടുത്ത നിങ്ങളുടെ ചാപ്റ്റർ ഏതാ? ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ സിമ്പിൾ ആണ്, ചെറിയ ചാപ്റ്റേഴ്സാണ്. അതിനുവേണ്ടി ഒരുപാട് ടൈം ഒന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. രജിസ്ട്രേഷൻ, എല്ലാ പ്രാവശ്യവും രജിസ്ട്രേഷൻ എന്നൊരു MCQ മസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ പ്രോബ്ലം എങ്കിലും ചോദിക്കാറുണ്ട്.
ഓക്കെ. അപ്പൊ നിങ്ങൾ പറയും സാറേ കഴിഞ്ഞ അറ്റംപ്റ്റ് രജിസ്ട്രേഷന്റെ സ്റ്റാൻഡ് ലോൺ ചോദ്യങ്ങൾ ചോദിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം അതിന്റെ വെയിറ്റേജ് ഉണ്ട്. 7 മാർക്കാണ്. 7 മാർക്ക്. MCQസും ചോദിക്കാം, 7 മാർക്കിന്റെ പ്രോബ്ലം ചോദിക്കാം. ഇപ്രാവശ്യവും ചോദിക്കും. എനിക്ക് തോന്നുന്നു കേട്ടോ, എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ ഞാൻ പറയാണ്, ഇപ്രാവശ്യം ഈ വരുന്ന ജൂൺ 2025 എക്സാമിന് രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കും. അപ്പൊ രജിസ്ട്രേഷൻ പഠിക്കാൻ എത്ര സമയം വേണം? ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ മാത്രം മതി. ഒരൊറ്റ ലെക്ചർ മേടിച്ചാൽ മതി രജിസ്ട്രേഷന്. ശരി, അടുത്തത് വേ ബിൽ അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ആണ്. മിക്കവാറും ഇതിൽ നിന്ന് MCQs ചോദിക്കുക. കാരണം ഇതിൽ നിന്ന് ചോദിക്കാൻ ഹാർഡായിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ഒരു സിമ്പിൾ ചാപ്റ്റർ. മിക്കവാറും MCQs ചോദിക്കുന്നത് കണ്ടോ. 2 മാർക്സ് MCQ ഇപ്രാവശ്യം ചോദിക്കും. നിങ്ങൾ എഴുതുകയും ചെയ്യും. ഇനി റിട്ടേൺസ് ആൻഡ് പേയ്മെന്റ്സ് ആൻഡ് GST സിമ്പിൾ 2 മാർക്സ് MCQs മാത്രമേ ഉള്ളൂ. കണ്ടോ, പരിപാടി കഴിഞ്ഞു. ഇനി കസ്റ്റംസിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നറിയോ? കസ്റ്റംസിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞില്ലേ, മൊത്തം നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. 4 ചാപ്റ്റേഴ്സ്. ഇതിൽ വാല്യുവേഷൻ ചാപ്റ്ററും ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എന്നും ആയിരിക്കും മിക്കവാറും 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാല്യുവേഷൻ ചാപ്റ്ററിൽ നിന്നും ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എന്നും ആയിരിക്കും മിക്കവാറും 7 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ തിയറി ആയിരിക്കും. അപ്പോൾ കസ്റ്റംസിൽ നിന്ന് ഒരു 7 മാർക്ക് കണ്ടോ, 7 മാർക്സ് ക്വസ്റ്റ്യനും കാണും, MCQ കാണും. ചിലപ്പോൾ ഒരു MCQ അല്ലെങ്കിൽ 2 MCQ, ഒരു MCQ അല്ലെങ്കിൽ 2 MCQ, ഇത്രേ ഉള്ളൂ പരിപാടി കസ്റ്റംസ്. അപ്പൊ കസ്റ്റംസ് മൊത്തം പഠിക്കാൻ ഈ പറഞ്ഞ ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 7 to ഒരു 10 മാർക്ക്, 7 to ഒരു 10 അല്ലെങ്കിൽ 11 മാർക്സ് ആയിരിക്കും കസ്റ്റംസിൽ ചോദിക്കാം. ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്ത് 4x1 മൊത്തം ഒരു 4 hours, 4 മണിക്കൂർ മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. കസ്റ്റംസ് കംപ്ലീറ്റ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ശരി, ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചോദ്യ പേപ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നോട്ട് ഡൗൺ ചെയ്യാമല്ലോ. ആദ്യമേ മിക്കവാറും എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലും ഇവർ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്തായിരിക്കുമോ? ആദ്യമേ ഇൻകം ടാക്സ്, അതിനുശേഷം കസ്റ്റംസ്. ആദ്യമേ ഇൻകം ടാക്സ്, അതിനുശേഷം GST, അതിനുശേഷം കസ്റ്റംസ്. ഇങ്ങനെയായിരിക്കും ചോദിക്കുക. കണ്ടോ, ഇതെവിടെ കണ്ടോ, സിമ്പിൾ ഒരു നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് എന്നുള്ളൊരു ചോദ്യമാണ്. കണ്ടോ, വേ ബില്ലിൽ നിന്ന് ഒരു MCQ ചോദിച്ചു. വേ ബില്ലിൽ നിന്ന് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് കറക്റ്റ്? ബേസിക് കോൺസെപ്റ്റിന്റെ ചോദ്യം തന്നെ അത്. GSTR 7 എന്ത് കൈൻഡ് ഓഫ് റിട്ടേൺ അല്ലെ, അതിന്റെ ഡേയ്സ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതി കൂടെ? എഴുതാം. ഇത് അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് തിയറി ക്വസ്റ്റൻസ് ഏതൊക്കെയാന്ന് നോക്കാം. കാരണം തിയറി ക്വസ്റ്റൻസ് എല്ലാ പ്രാവശ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്രാവശ്യം അതൊന്ന് നോക്കിയിട്ട് പോകാമല്ലോ. കാരണം തിയറി ക്വസ്റ്റൻസ് സത്യം പറഞ്ഞാൽ GSTയിലൊന്നും ഒരുപാട് തിയറി ക്വസ്റ്റൻസ് ഒന്നും ഇല്ല. ആകെ ഡിഫറൻസ് ബിറ്റ്വീൻ GST ഉണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യം ഇൻകം ടാക്സ് ആണ്, അത് കഴിഞ്ഞിട്ട് GST. കണ്ടോ, ഇത് നോക്കടാ, ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്, അതായത് ഡിഫിക്കൽട്ടീസും ലിമിറ്റേഷൻസ് ഓഫ് പ്രീ GST റെജീം ആൻഡ് പോസ്റ്റ്. അതായത് GST വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും GST വന്നതോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ മാറിയോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് എഴുതി കൂടെ? നമുക്കറിയാം ഏകദേശം 17ഓളം ലോസ് ആണ് GST വന്നതോടുകൂടി സബ്സ്യൂംഡ് ആയിപ്പോയത്. ആ 17 ലോസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് എഴുതാം. ഇപ്പൊ GST വന്നപ്പോൾ ഈ എല്ലാ കൈൻഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ലോസും മാറ്റിയിട്ട് ഒരൊറ്റ ലോ വന്നു. അത് ആപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് വൈസ് ആണോ? അല്ല. അപ്പൊ സ്റ്റേറ്റുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല, എല്ലാ സ്റ്റേറ്റിലും ഒരേ ടാക്സ് ആണ്. ഇങ്ങനെയുള്ള കുറെ തിയറി നമുക്ക് എഴുതി കൂടെ? എഴുതാം. ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ് ഐറ്റംസ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, GSTIN, GST ഐഡന്റിഫിക്കേഷൻ. നമ്മുടെ GST നെറ്റ്വർക്ക് ഇല്ലേ, GSTIN അല്ല, GST നെറ്റ്വർക്കിന്റെ ക്വസ്റ്റ്യൻ. അതായത് GST നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റിയിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ GSTയുടെ ഫുൾ പരിപാടികളും ചെയ്യുന്നത്. ഇനി കസ്റ്റംസിന്റെ ചോദ്യം നമുക്ക് നോക്കാം. ഏറ്റവും അവസാനം നിങ്ങൾ പോകണമെങ്കിൽ ഇവിടെ കസ്റ്റംസിന്റെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വാല്യുവേഷന്റെ ചോദ്യം. അത് വാല്യുവേഷൻ, അതെ വാല്യുവേഷൻ. FOB CAF നമ്മൾ കണ്ടുപിടിക്കത്തില്ലേ, അതിന്റെ ഒരൊറ്റ ചോദ്യമാണ് ഇവിടെ കസ്റ്റംസിൽ ചോദിച്ചിരിക്കുന്നത്. പരിപാടി കഴിഞ്ഞു, ഫിനിഷ്. കണ്ടോ, ഇത് ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി December 24 വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സെയിം ഇതുപോലെ തന്നെ MCQs ഉണ്ട്. അതിനുശേഷം താഴേക്ക് വരാണെങ്കിൽ ഡയറക്ട് ടാക്സിന്റെ ക്വസ്റ്റൻ ആണ്. അത് കഴിഞ്ഞ് ഇൻഡയറക്ട് ടാക്സ്. ഇതാ കണ്ടോ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഒരു 7 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണേ. 7 മാർക്സ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റൻ അല്ലേ? ഇതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ ചോദിച്ചത് ഇൻഡയറക്ട് ടാക്സ് വരുന്നതിന് മുന്നേ ഉള്ള പ്രീ ടാക്സ് റെജീമും അതിനുശേഷം ഡയറക്ട് ടാക്സ് വന്നപ്പോൾ ഈ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ മാറിയോ എന്ന്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് GSTയുടെ ഫീച്ചേഴ്സും കോൺസെപ്റ്റും. ഈ പോയിന്റ് തന്നെയല്ലേ നമ്മൾ അവിടെ എഴുതുന്നത്. GSTയുടെ ഫീച്ചേഴ്സും കോൺസെപ്റ്റും മനസ്സിലാക്കിയിട്ട് അത് എഴുതുമ്പോഴാണല്ലോ ഡിഫിക്കൽട്ടീസ് മാറിയെന്ന് നമ്മൾ അവിടെ എഴുതുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ഇനി ഞാൻ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കോൺസെപ്റ്റ് GST കൗൺസിൽ. സിമ്പിൾ അല്ലേ? GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ, അതിന്റെ പവേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിക്കൂടെ? എഴുതാം. ഇനി വേറെ തിയറി ക്വസ്റ്റ്യൻസ് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ലാസ്റ്റ് കസ്റ്റംസിന്റെ ചോദ്യം നോക്കി. കസ്റ്റംസ് സെയിം വാല്യുവേഷൻ, അതേ ചോദ്യം തന്നെ. CAFഉം FOBയുടെയും ചോദ്യം തന്നെ അല്ലേ? അപ്രോപ്രിയേറ്റ് വർക്ക് സിമ്പിൾ ചോദ്യമാണ്.
നമ്മൾ ക്ലാസ്സിൽ ചെയ്ത അതേ ചോദ്യം. ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ആണ്, വാല്യുവേഷൻ അല്ല, ടൈപ്പ് ഓഫ് ഡ്യൂട്ടി. ഇനി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2022 വന്നതിന് ശേഷം ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നല്ലേ, 16 22 ഒരുപോലെ എക്സാം എഴുതിയത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം അടിപൊളിയല്ല, കാരണം അത് കുറെ സിംപ്ലർ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ നമ്മളെ ഈ പുതിയ ഇത് വന്നപ്പോൾ ചോദിച്ച ചോദ്യം. അപ്പൊ അതാണ് ഞാൻ അത് ഫസ്റ്റ് എടുക്കാഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഇതാ ഇവിടെ നോക്കി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. ഒരു അറ്റംപ്റ്റിന് ചോദിച്ചു, അത് തന്നെ മറ്റേ അറ്റംപ്റ്റിനും ചോദിച്ചു, അത് തന്നെ മറ്റേ അറ്റംപ്റ്റിനും ചോദിച്ചു. ഓക്കെ, അടുത്ത എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ് ടു ബിസിനസ്, ഇൻഡസ്ട്രീസ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് വൈൽ ഇംപ്ലിമെന്റിംഗ് GST വന്നതോടുകൂടി ഇവർക്കെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ബെനിഫിറ്റ് ഇത് തന്നെയല്ല നമ്മൾ കോൺസെപ്റ്റിലും ഫീച്ചേഴ്സിലും ഒക്കെ എഴുതി വെക്കുന്നത് തന്നെ. കസ്റ്റംസിന്റെ ക്വസ്റ്റ്യൻ നോക്കി, ഇത് തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ കസ്റ്റംസിൽ. അതെ, കണ്ടോ? അപ്പൊ GST ഇത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ GST എന്തായാലും, കാരണം ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. ഡയറക്ട് ടാക്സിൽ ഇപ്രാവശ്യം കുറെ അമെന്റ്മെന്റ്സ് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എങ്കിലും കമ്പയർ ടു ഡയറക്ട് ടാക്സ് GST കുറെ കൂടി സിംപ്ലർ ആണ്. പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാൻ പാടാ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിംപ്ലർ ആണെന്ന് വിചാരിക്കും, പക്ഷെ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ മക്കളെ, വെറും 24 ലെക്ചേഴ്സ്, ഒരു 19 ലെക്ചർ അല്ലെങ്കിൽ 20 ലെക്ചർ GSTക്കും, അതുപോലെ 4 ലെക്ചേഴ്സ് കസ്റ്റംസിനും. ചുരുക്കം പറഞ്ഞ ഒരു 35 മുതൽ ഒരു 40 മണിക്കൂർ വരെ ഉള്ളൂ ആകെ നമ്മുടെ ഈ പറഞ്ഞ ഇൻഡയറക്ട് ടാക്സിന്റെ ലെക്ചർ. എമൗണ്ട് വരുന്ന വെറും 1300 റുപ്പീസ് ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് കയറി നോക്കിക്കോ മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കോ. ഒരു 2-3 ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ GST നിങ്ങൾക്ക് 0-ൽ നിന്നും പ്രോ വരെ പഠിക്കാം. ഓക്കെ, ക്രാഷ് കോഴ്സ് ഒന്നുമല്ല, ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെയാണ്. ഇലുസ്ട്രേഷൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകണ ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ. ഇപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ. ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ മാർക്സ് ഏതിനു വേണ്ടി പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, ആകെ നിങ്ങൾക്ക് 10 അല്ലെങ്കിൽ 12 മാർക്കിനായിരിക്കും കസ്റ്റംസിൽ നിന്ന് ചോദിക്കുക, അല്ലെ? ഈ കസ്റ്റംസിൽ ഒരിക്കലും നിങ്ങൾക്ക് കസ്റ്റംസിൽ നിന്ന് ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 10 to 12 മാർക്ക് സ്കോർ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ കസ്റ്റംസ് ഫുള്ള് പഠിക്കുക. ഫുൾ പഠിക്കാൻ എത്ര സമയമാണ്? ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ മതി. കസ്റ്റംസ് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു? ഒരു 10 to 12 മാർക്ക് സ്കോർ ചെയ്തു കസ്റ്റംസിന്റെ. ശരി, അത് കഴിഞ്ഞ് ബേസിക് കോൺസെപ്റ്റ് ആണ്, ഇതിനേക്കാളും സിമ്പിൾ ആണ് പഠിക്കാൻ. കാരണം ഈ എൻറ്റയർ ബേസിക് കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ വെറും 2 ക്ലാസ്സുകൾ, 2 വീഡിയോസ് കണ്ടാൽ മതി. ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടും? നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടാം, പിന്നെ ഒരു 2-3-4 MCQസും കിട്ടാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു? ഇവിടെ നമുക്കൊരു 10 to 14 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാക്കിയുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കുന്നതാണ് ITC. ഓക്കെ, ഇനി വാല്യൂ ഓഫ് സപ്ലൈ ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. പ്ലേസ് ഓഫ് സപ്ലൈയും ഇമ്പോർട്ടന്റ് ആണ്. ടൈം ഓഫ് സപ്ലൈ അത്ര പ്രശ്നമുള്ള കാര്യമല്ല, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി MCQ ഡെഫിനറ്റ്ലി ചോദിക്കും രജിസ്ട്രേഷനിൽ നിന്ന്. പിന്നെ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും MCQനെ ചോദിക്കും. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഈ ലെവി ആൻഡ് കളക്ഷൻ. ഇതിനകത്താണ് നമ്മൾ ആക്ച്വൽ കോൺസെപ്റ്റ് എല്ലാം പഠിക്കുന്നത്. പഠിക്കോ? അപ്പോൾ ഡയറക്ട് ടാക്സ് പഠിക്കാൻ തന്നെ സിമ്പിളാണ്. അതിൽ ഇമ്പോർട്ടന്റ് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമുക്ക് ഈ വരുന്ന ജൂൺ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാനദണ്ഡം, അല്ലെ? ജൂൺ 2025 നമുക്ക് തീർക്കണം. ഇതിൽ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സിൽ ഡയറക്ട് ടാക്സ് മാറ്റി ഇൻഡയറക്ട് ടാക്സിന് 50 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. 50 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 50-ൽ മിനിമം ഒരു 35+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ക്ലാസ്സസ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കലേ. ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ എല്ലാ വീഡിയോസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സ്റ്റഡി പ്ലാൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണാം, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾസ്, പഠിക്കാനുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ മാസം 5 വർഷം കംപ്ലീറ്റ് ആയി. 5 വർഷമായിട്ട് നിങ്ങളെ കൂടെ ഉണ്ട്, ഇനിയും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ. ആസ് എ സീനിയർ, ആസ് എ മെന്റർ, ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് യു ഓൾ. ഇത്രയുള്ള മക്കളെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.